വാദീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടല്ലോ ഒരു മുരിങ്ങേൻ്റെ ഇല കറി വെക്കും. മുരിങ്ങേൻ്റെ ഇല കറി എന്ന് പറഞ്ഞാൽ രാവിലെ മീൻ കറിയൊക്കെ വെച്ചതാട്ടോ. അപ്പം മോന് മീൻ കറി ഒന്നും കൂട്ടൂല. അപ്പം ഞാൻ ഓനെ വേണ്ടിയിട്ട് ഒരു ലേശം കറി വെക്കാൻ വെച്ച് പച്ചക്കറി ഒന്നും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം വേഗം മുരിങ്ങേൻ്റെ ഇല എടുത്തുകൊണ്ട് പരിപ്പിട്ട് കറി വെക്കാലോ വിചാരിച്ചു. ഓനെ മാത്രം മതിയായിരുന്നു, മീൻ കറി വെച്ചതുണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ ആ മുരിങ്ങേൻ്റെ ഇലയൊക്കെ ഊരിയെടുക്കുകയാണ്. ഓനം മുരിങ്ങേൻ്റെ ഇല, ചീരേൻ്റെ ഇല, അങ്ങനെ ഇലക്കറികളൊക്കെ ആണെങ്കിലും ഓൻ കഴിക്കൂട്ടോ. അല്ലാണ്ട് മീൻ കറി കഴിക്കുകയില്ല. മീൻ വറുത്തതാണ് പിന്നെയും കഴിക്കുക. മീൻ കറി വെച്ചാൽ തീരെ തൊടില്ല. അപ്പോൾ ഞാൻ ഓനെ മാത്രം വേഗം കറി രാത്രിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ലേശം മതിയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ മുരിങ്ങേൻ്റെ ഇല. അതൊക്കെ ഒന്ന് ഊരിയെടുത്തു. അപ്പോൾ ഞാനത് പാത്രത്തിൽ മാറ്റിയിട്ട് തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. അതിലേക്ക് ഞാൻ ചെറിയ ജീരകവും ഉള്ളിയും ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ കുക്കറിൽ കുറച്ച് പരിപ്പ് കഴുകിയാക്കി അതൊന്ന് കുറച്ച് തന്നെ പരിപ്പ് എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് രാത്രിക്ക് മാത്രം മതിയല്ലോ. നമ്മൾ ഇവിടെ അധികം ആളൊന്നുമില്ല, നമ്മൾ ചെറിയൊരു ഫാമിലി അല്ലേ. അപ്പോൾ അതിനെ കൊണ്ട് കുറച്ച് കറി മതിയല്ലോ. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പരിപ്പ് വെന്തപ്പോൾ വിസിൽ വന്നപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കിയത്. തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. മുരിങ്ങേൻ്റെ ഇലയ്ക്ക് ഞാനിവിടെ തക്കാളി ഇടും കേട്ടോ. മുരിങ്ങേൻ്റെ ഇല കറി വെക്കുമ്പോൾ, ചീരേൻ്റെ ഇല കറി വെക്കുമ്പോഴൊക്കെ തക്കാളി ഇടും. ഇവിടെ എല്ലാവർക്കും വേണം കേട്ടോ, തക്കാളി വേണം. ഞാനിവിടെ ചേട്ടൻ്റെ വീട്ടിൽ വന്നേരെയാണ് തക്കാളി ഇടുന്ന പരിപാടിയുണ്ട്. ഞങ്ങൾ അവിടെ ഒന്നും ഇടില്ല, പരിപ്പും മുരിങ്ങേൻ്റെ ഇല മാത്രമേ കറി വെക്കട്ടോ. പക്ഷേ ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. എന്നിട്ട് കുക്കറിൽ പരിപ്പ് വേവിച്ച് വെച്ചിരുന്നല്ലോ, അതൊന്നും ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. അതൊന്ന് മാറ്റി വെച്ച് സ്റ്റവ് കത്തിച്ച് നമ്മൾ മുരിങ്ങേൻ്റെ ഇലയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വേവിച്ച പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങേൻ്റെ ഇല ഒന്നും അധികം വേവാനില്ലല്ലോ. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഒന്നിങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ തന്നെ വെന്ത് കിട്ടുമല്ലോ, അത് വാടി കിട്ടുമല്ലോ. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് അടച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനത് തിളച്ചപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരച്ച് വെച്ച അരപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒന്നിങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ഞാനത് ഇറക്കൂട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പോരായുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനത് ഇറക്കി വെച്ചു. എന്നിട്ട് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കടുക്, ഞാൻ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്തില്ല അടച്ചു വെക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം ഇതുപോലെ കടുക് പൊട്ടുന്ന സമയത്ത് എൻ്റെ കണ്ണിലേക്കായി. പൊതുവേ മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതിനെ കൊണ്ട് ഞാൻ കണ്ണാടിയൊക്കെ യൂസ് ചെയ്യുന്ന, അന്ന് കണ്ണാടിയും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ആ ചൂടുള്ള കടുക് വന്ന് കണ്ണിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. പൊതുവേ കണ്ണ് സർജറിയൊക്കെ കഴിഞ്ഞ കണ്ണായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ശേഷം എനിക്ക് പേടിയാണ്. പൊട്ടി തെറിക്കുന്ന മീനൊക്കെ ഉണ്ടാവുമല്ലോ വറക്കുമ്പോൾ, അതൊക്കെ ഞാൻ അടച്ചു വെച്ചിട്ടാണ് വറുത്തൊക്കെ എടുക്കുക. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് കണ്ണിലേക്ക് അത് കടുക് പൊട്ടി തെറിച്ചതിൻ്റെ ശേഷം. അങ്ങനെ ഞാൻ താളിച്ചതൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മോന് ചോറൊക്കെ വിളമ്പി ഞാൻ കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സൈഡായിട്ട് കുറച്ച് വറുത്ത മീനാണ് അവനെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.